അല്ല, 1 മാസത്തെ ലീവ് എടുത്തിട്ട് ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്തോ? നിന്റെ കാര്യത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ള പോലെ തോന്നുന്നു. ലീവ് കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? അതുവരെ എന്ത് ചെയ്യാനാ? അപ്പൊ നീ അങ്ങോട്ട് പോണില്ലേ? നീയും ഇതിലൊക്കെ രസം കാണാ. ഒന്നീ ധൈര്യം കാണിക്കണം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നീങ്ങണം. ഇങ്ങനെ രണ്ടും അല്ലാത്ത അവസ്ഥ ഒക്കെ വിധിയാണെന്നല്ലേ പറഞ്ഞത്? വിധിയായിരിക്കും. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്താ രാധേത്? ഞാൻ പോയില്ല. മോശാട്ടോ. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ച. ശരി, ഞാൻ സംസാരിക്കാം. 1 മിനിറ്റ്. വരൂ. രാധ ഇവിടെ ഇല്ല. ബാങ്കിൽ ഉണ്ടാവുന്നാണല്ലോ രാധയുടെ അച്ഛൻ പറഞ്ഞത്. വന്നിരുന്നു, പിന്നെ എവിടേക്കും അത്യാവശ്യമായിട്ട് പോയി. സാരമില്ല, രാധയെ വരുന്നവരെ കാത്തിരിക്കാം. അത് വേണ്ട, ഇനി എപ്പോ വരുമെന്ന് കരുതിട്ടാ. എന്നാ ശരി, ഞാൻ വന്നിരുന്നു പറഞ്ഞാ മതി. വരട്ടെ. ഇത്ര ക്രൂവലാവരുത്. പാവം മനുഷ്യൻ. എന്തൊരു സ്നേഹ. എന്നോട് കാണിച്ച ക്രൂവൽറ്റിയോ? നീ അയാളോട് പെരുമാറിയത് ശരിയല്ലെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം? അയാളെ ഓഫീസിലേക്ക് ക്ഷണിച്ച് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണോ? ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും, പ്രാക്ടിക്കൽ ആവുമ്പോഴാ. എന്നാ വെട്ടി തുറന്ന് പറഞ്ഞാലെന്താ? പറയണമെന്നുണ്ട്, പക്ഷേ സത്യം പറയല്ലോ ശോഭേ. ആത്മഹത്യ ചെയ്യണമെന്ന് വരെ തോന്നുന്നുണ്ട്. അച്ഛനെ ഓർത്തിട്ടാ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അയാളുടെ ഭാര്യയായി കഴിയണം. ഒരു പ്യൂണിന്റെ കൂടെയാ. ജസ്റ്റ് ഇമാജിൻ മൈ പ്ലൈറ്റ്. എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ? പ്രശ്നമാണ്, പക്ഷേ പരിഹാരം കാണണ്ടേ രാധയെ? എന്താ ഹരിയേട്ടത്? ആരെങ്കിലും കാണും. അത് കൊള്ളാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? പകര്, ഞാൻ നിന്റെ വീട്ടിലേക്കാ. അയ്യടാ, ഓരോ ആഗ്രഹങ്ങള്. എന്താ ആഗ്രഹിച്ചൂടെ? ഇങ്ങനെ സൈക്കിളിൽ കറങ്ങി നടക്കണം നേരെ എന്തെങ്കിലും ജോലി അന്വേഷിച്ചൂടെ? അന്വേഷിക്കാഞ്ഞിട്ടാണോ? ജോലി കിട്ടണ്ടേ? BA വരെ പഠിച്ചത് അബദ്ധമായെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്യൂണായിട്ടെങ്കിലും കയറി പറ്റാമായിരുന്നു. പ്യൂണൊന്നും ആകണ്ട. എന്തേ? നിന്റെ ചേട്ടന്റെ ശമ്പളം എത്രയാണെന്ന് അറിയാവോ നിനക്ക്? എന്നാലും വേണ്ട. വേണം. അവളുടെ ഒരു അന്തസ്. അങ്ങനെ ഒരു ഉദ്യോഗം കിട്ടിയാൽ ഞാൻ ഓടിച്ചെല്ലും. ഇവിടെ തൂമ്പ എടുക്കാൻ വരെ തയ്യാറായിട്ട് നടക്കുക ഞാൻ. ഒരു ജോലിയില്ലാത്തതിന്റെ വിഷമം വല്ലതും നിനക്കറിയാവോ? അതെങ്ങനെ? സമയത്തിന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ കാത്തിരിക്കാനും ചെല്ലുമ്പോ വിളമ്പി തരാനും ഒക്കെ ആളുണ്ടല്ലോ. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത എനിക്കോ? വിഷമിച്ച അമ്മാവന്റെ വീട്ടിൽ നിൽക്കുന്നത്. ഓരോ ഉരുള ഉണ്ണുമ്പോഴും എല്ലി കുത്തുക. അതുപോലുള്ള വാക്കുകൾ അമ്മായി പറയുന്നത്. കുത്തുവാക്കൊക്കെ അമ്മായി റിസർവ് ചെയ്ത് വെച്ചിരിക്കുക, ഉണ്ണുമ്പോ പറയാം. ഇപ്പൊ അതൊരു ശീലായി. എന്നാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോടെ? വന്നാ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നറിയാം. കുട്ടികളുടെ മനസ്സുള്ള കണ്ണൻ, സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന നിന്റെ അമ്മ, പിന്നെ ഒരല്പം മധുരം പകരാൻ നീയും. എന്നാലും വേണ്ട. അതെന്താ? ഈ ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ തലയും കണ്ണും കാതും ഒക്കെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കുമല്ലോ. കൂട്ടത്തിൽ 1 ടീസ്പൂൺ സാധനം കൂടെ ചേർക്കും. അഭിമാനം. അതിടയ്ക്ക് തേട്ടി വരും. ആ, ഒരു ജോലി കിട്ടട്ടെ. നിനക്കെന്താ ഇത്ര തിടുക്കം? 2 കൊല്ലമായില്ലേ ഒരു സബ്ജക്ട് എഴുതിയെടുക്കാൻ കിടന്ന് അംഗം വെട്ടുന്നു. പോയി പഠിക്കാൻ നോക്ക്. അവളൊരു പ്രേമം. വീട്ടിന്റെ എടുത്തിയാട്ടം കണ്ട് അതുപോലെ തുള്ളാൻ തുടങ്ങിയ അനുഭവിക്കുന്ന നീയായിരിക്കും. ഞാൻ എങ്ങനെയാ ചേച്ചി അവിടെ ജീവിക്കുക? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആട്ടെ, കണ്ണന്റെ അമ്മ എങ്ങനെയാ? കണ്ണനോ? അറിയില്ല. നിനക്കറിയാണ്ട് അറിഞ്ഞിട്ടെന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ, കണ്ണിന് പകരം രാകേഷിനെ പോലെ ഒരു വെൽ ക്വാളിഫൈഡ് സുന്ദരനാണെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്തു പോവില്ലേ? അതിപ്പോ എല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കിട്ടിയെന്ന് വരൂല്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ നിന്റെ ചേട്ടൻ വരച്ച വരലല്ലേ ഞാൻ നിൽക്കുന്നത്. എന്തെങ്കിലും അപ്രിയം കാണിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഓരോ വിധത്തിലാണെന്ന് മാത്രം. നീ ആദ്യം മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കുക.
കണ്ണം വന്നിരുന്നു നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. അറിഞ്ഞു. എന്നിട്ട് എന്താ നിന്റെ തീരുമാനം? എനിക്കവിടെ കഴിയാൻ പറ്റില്ല അച്ഛാ. ഞാൻ നിർബന്ധിക്കില്ല. എന്നാലും പറയേണ്ട കടമ എനിക്കുണ്ട്. താലി കെട്ടിയ പുരുഷനാ ഭർത്താവ്. അതാ നമ്മുടെ സംസ്കാരം. അത് മോളെ മറക്കരുത്. അമ്മേ, ചേച്ചി വരുന്നു. വരൂ ചേച്ചി, വരൂ. മോള് വന്നോ?